രാജാതിരാജനായ ദൈവത്തിൻ്റെ പൊന്നോമന പുത്രൻ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി സ്വയം ശൂന്യനായി ബേത്ലഹേമിലെ മരം പൂച്ചുന്ന തണുപ്പിൽ പുൽക്കൂട്ടിൽ പിറക്കുന്നു. ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹവും ആ സ്നേഹത്തിൽ നിന്നുള്ള ത്യാഗവും ദാനവുമാണ് അതിൻ്റെ പൂർണ്ണതയിൽ പുൽക്കൂട്ടിൽ നമുക്ക് കാണാൻ കഴിയുക. ഇതാ നിങ്ങൾക്കായൊരു രക്ഷകൻ പിറന്നിരിക്കുന്നു എന്ന സദ്വാർത്ത ഒരു യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് മനുഷ്യൻ്റെ പരമദരിദ്രമായ പശ്ചാത്തലങ്ങളിലേക്ക് ദൈവം കടന്നു വന്നു എന്ന ചരിത്ര സത്യമാണ് ക്രിസ്തുമസിന് മനുഷ്യ മനസ്സുകളെ ആർദ്രവും തീവ്രവുമായ ഭാവങ്ങളിലേക്ക് എത്തിക്കാൻ കഴിവ് നൽകുന്നത്. മനുഷ്യ മനസ്സുകൾക്ക് തികച്ചും അഗ്രാഹ്യമാണ് പുൽക്കൂടിൻ്റെ സന്ദേശം. ഇത് സാധ്യമാണോ എന്ന് ശങ്കിച്ചു നിൽക്കുന്ന ഓരോ നിമിഷത്തിലും വിശ്വാസത്തിൽ നിന്നുളവാകുന്ന ഈ സത്യം ദൈവവചനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ബേത്ലഹേമിലെ മലഞ്ചെരുവുകളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആട്ടിടയന്മാർക്ക് നൽകിയ അതേ സത്വാർത്ത ഇന്നും നമ്മുടെ കാതുകളിൽ പ്രതിധ്വനിക്കുന്നു. ഇതാ നിങ്ങൾക്കായൊരു രക്ഷകൻ, കർത്താവായ യേശു പിറന്നിരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. രക്ഷയുടെ സദ്വാർത്തയുമായി വിണ്ണിൽ നിന്നും ദൈവം മണ്ണിൽ ഭൂജാതനായി. ചരിത്രാതീതൻ ചരിത്രത്തിലിറങ്ങിയ അത്ഭുത നിമിഷമാണിത്. ഇതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലെ വചനങ്ങൾ നമ്മെ സഹായിക്കും. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്നു. ഇതേ ആശയം തന്നെ പൗരസ്ത്യ പിതാവും കവിയുമായിരുന്ന മാർ അപ്രേം തിരുചലനത്തെക്കുറിച്ചുള്ള ഒരു ഗീതത്തിൽ വർണ്ണിക്കുന്നുണ്ട്. ജലാംശം നിറഞ്ഞൊരു ഗർഭപാത്രത്തിൽ ജ്വലിക്കുന്ന അഗ്നിഗോളത്തെ എങ്ങനെ അടക്കിക്കൊള്ളാൻ കഴിഞ്ഞു? സ്വർഗാദി സ്വർഗങ്ങളെ തൻ്റെ കയ്യാണിയാൽ അളക്കുന്നവൻ ഒരു ചാൺ മാത്രം വീതിയുള്ള ഒരു പുൽത്തൊട്ടിലിൽ കിടക്കുകയോ, സമുദ്രങ്ങളെ തൻ്റെ കൈക്കുമ്പിളിൽ കൈക്കൊള്ളുന്നവൻ ഒരു ചെറിയ ഗുഹയ്ക്കുള്ളിൽ ജനിക്കുകയോ? ഈ സത്യം മനസ്സിലാക്കിയ നമ്മുടെ ലോകം ഇതിൽ അത്ഭുതം കൊള്ളുകയാണ്. മനുഷ്യാവതാരം സുവിശേഷത്തിൻ്റെ തന്നെ അന്തസത്തെ ഉൾക്കൊള്ളുന്ന വസ്തുതയാണ്. ശൂന്യവൽക്കരണമാണ് മനുഷ്യാവതാരത്തിൽ നാം കാണുന്നത്. ഈശോ പഠിപ്പിച്ചതും അതുതന്നെയായിരുന്നു. സ്വയം താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, സ്വയം ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. സുവിശേഷത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ വെളിവാകുന്ന സത്യം ശൂന്യവൽക്കരണത്തിൻ്റെയും നഷ്ടമാക്കലിൻ്റെയും ജീവിതമാണ് ക്രൈസ്തവ ജീവിതം എന്നതാണ്. ഈശോയുടെ ജീവിതം ഈ ദർശന വിശേഷത്തിൻ്റെ സമുന്നതമായ ഒരു പ്രകടനമായിരുന്നു. അതിൻ്റെ ആദ്യ നിമിഷമാണ് ക്രിസ്തുമസ് തിരുനാളിൽ നാം അനുസ്മരിക്കുന്നത്. ഈശോയുടെ ജീവിതാവസാനം വരെ നമുക്ക് കാണാൻ കഴിയുന്നതും ഇതുതന്നെയാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ കേന്ദ്രമായ വിശുദ്ധ കുർബാന നാം ആരംഭിക്കുന്നത് തന്നെ മനുഷ്യാവതാരം എന്ന മഹാരഹസ്യത്തെ അനുസ്മരിച്ചുകൊണ്ടാണ്. സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ മാതൃകയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഈശോ മിശിഹായുടെ മനുഷ്യാവതാരം വഴി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്ന ജീവിത ദർശനം സ്വന്തമാക്കുവാൻ നമുക്ക് ഇനിയും കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാം. വിട്ടുവീഴ്ച ചെയ്യാനും മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാകുവാനും ക്ഷമിക്കുവാനും സന്നദ്ധതയുള്ളവരാണോ നാം? മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി സ്വയം ശൂന്യമാകുന്ന ക്രൈസ്തവ മനോഭാവത്തെ, പരിശുദ്ധ കുർബാനയുടെ ബലി ചൈതന്യത്തെ നമ്മുടെ ബലിജീവിതത്തിൽ പകർത്തുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ക്രൈസ്തവ ജീവിതവും ക്രിസ്തുമസ് ആഘോഷവും അർദ്ധശൂന്യമായ അനുഷ്ഠാനമായി മാറും. 1000 പുൽക്കൂടുകളിൽ ഉണ്ണി പിറന്നാലും നമ്മുടെ ജീവിതത്തിൽ പിറന്നില്ലെങ്കിൽ എന്തു പ്രയോജനം? ഉണ്ണീശോയെ വരവേൽക്കാനായി നമ്മുടെ ഹൃദയങ്ങളെയും നമുക്കൊരുക്കാം. ഏവർക്കും ക്രിസ്തുമസ് ആശംസകൾ.